Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss the topics mass flow rate and volume flow rate, conservation of mass for a controlled volume, conservation of energy for a controlled volume, then steady flow processes. Under the topic steady flow processes, we will discuss mass balance in steady flow processes and energy balance in steady flow process. First one, mass flow rate and volume flow rate. The amount of mass flowing through a cross section per unit time is called mass flow rate and is given by m dot is equal to rho a c. എന്താണ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്? ഒരു ക്രോസ് സെക്ഷനിലൂടെ യൂണിറ്റ് ടൈമിൽ എത്രത്തോളം മാസ് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിനാണ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു സർക്കുലർ പൈപ്പ് കാണിച്ചിട്ടുണ്ട്, അതിലൊരു ക്രോസ് സെക്ഷനും കാണിച്ചിട്ടുണ്ട്, ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ക്രോസ് സെക്ഷനിലൂടെ യൂണിറ്റ് ടൈമിൽ എത്രത്തോളം മാസ് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിനാണ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താ? എം ഡോട്ട് ഇസ് ഈക്വൽ ടു റോ എ സി. ഇതിൽ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ നോർമൽ ടു ഫ്ലോ ഡയറക്ഷൻ. ഇതാണ് ഫ്ലോ ഡയറക്ഷൻ. അതിന് നോർമലി പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഏരിയ എന്ന് വെച്ചാൽ ഏതായിരിക്കും? അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും. ഇപ്പം സർക്കുലർ പൈപ്പ് ആണെങ്കിൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താ? π/4 ഡി സ്ക്വയർ. ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് പൈപ്പ്. ഇനി സി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ അല്ലെങ്കിൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് സി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തെർമോഡൈനാമിക്സിൽ വെലോസിറ്റിക്ക് യൂസ് ചെയ്യുന്ന സിമ്പൽ സി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ മാസ് ഫ്ലോ റേറ്റ് പഠിച്ചതാണ്. അവിടെ വി ആയിരുന്നു വെലോസിറ്റിക്ക് യൂസ് ചെയ്യുന്നത്. മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു റോ എ വി. അത് നമുക്ക് ഫെമിലിയറായ ഇക്വേഷൻ ഉണ്ടാവില്ലേ. ഇവിടെ നമുക്ക് തെർമോഡൈനാമിക്സിൽ വി എന്ന് പറയുന്ന സിമ്പിൾ വോളിയത്തിന് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ സി എന്ന് പറഞ്ഞ സിമ്പിളാണ് വെലോസിറ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വോളിയം ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് ഡിഫൈൻ ചെയ്ത പോലെ വോളിയം ഫ്ലോ റേറ്റ് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ ക്രോസ് സെക്ഷൻ പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് വോളിയം ഫ്ലോ റേറ്റ്. ഓക്കെ, വി ഡോട്ടാണ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്രോസ് സെക്ഷൻ, അതിലൂടെ യൂണിറ്റ് ടൈമിൽ എത്രത്തോളം വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിനെയാണ് വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ അങ്ങനെ റിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുക. മാസ് ഫ്ലോ റേറ്റിനെയും വോളിയം ഫ്ലോ റേറ്റിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്നത് ഡെൻസിറ്റി വെച്ചിട്ടാണ്. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്, അല്ലെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അതായത് വോളിയത്തിനെയും മാസിനെയും റിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഡെൻസിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്താൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഫ്ലോ റേറ്റ്. അടുത്തത് കൺസർവേഷൻ ഓഫ് മാസ് ഫോർ എ കൺട്രോൾ വോളിയം. ആദ്യം കൺട്രോൾ വോളിയം എന്താണെന്ന് നോക്കാം. കൺട്രോൾ വോളിയം ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്നാ നോക്കാം കൺട്രോൾ വോളിയം എന്താണെന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എ കൺട്രോൾ വോളിയം ഈസ് എ വോളിയം ഇൻ സ്പേസ് ഇൻ വിച്ച് വൺ ഹാസ് interest for a particular study. The surface of this control volume is referred to as control surface and always consists of a closed surface. Mass as well as heat and work can cross the control surface. Control volume എന്ന് വെച്ചാൽ ഒരു വോളിയം ഇൻ സ്പേസ് ആണ്. ഓക്കെ, നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു വോളിയം. ആ വോളിയം ആക്ച്വലി ഒരു എൻജിനീയറിങ് ഡിവൈസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള വോളിയം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എൻജിൻ കാണിച്ചിട്ടുണ്ട്, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ കാണിച്ചിട്ടുണ്ട്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഞാനൊരു വോളിയം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആ വോളിയം കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാൽ അത് അനലൈസ് ചെയ്യുന്നവർക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൻ്റെ ബൗണ്ടറിയൊക്കെ അനലൈസ് ചെയ്യുന്ന ആൾക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ആ കൺട്രോൾ വോളിയത്തിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കൺട്രോൾ വോളിയം ഈസ് എ വോളിയം ഇൻ സ്പേസ്, സ്പേസിലുള്ള വോളിയമാണ്. ഇൻ വിച്ച് വൺ ഹാസ് ഇൻട്രസ്റ്റ് ഫോർ എ പർട്ടിക്കുലർ സ്റ്റഡി. നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ഡിവൈസിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു വോളിയം കൺസിഡർ ചെയ്യും. ആ വോളിയത്തിനാണ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. വോളിയം ആണെങ്കിൽ 3D ആയിട്ട് ചിന്തിക്കുക. 3D വോളിയമാണ്. വോളിയം എന്ന് വെച്ചാൽ 3 ഡയമെൻഷനിൽ വന്നു. അതിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? ആ സർഫസ് ഉണ്ടാവും. ഓക്കെ, ആ കൺട്രോൾ വോളിയത്തിനെ സറൗണ്ട് ചെയ്യുന്ന ആ സർഫസിനെ പറയുന്ന പേരാണ് കൺട്രോൾ സർഫസ്. ഓക്കെ, ഇതിപ്പം കൺട്രോൾ വോളിയം ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് കൺട്രോൾ സർഫസ്. ആക്ച്വലി 3D ആയിട്ട് ഇമാജിൻ ചെയ്യണം. ഈ കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റമാണ്. ഓക്കെ, ഓപ്പൺ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എനർജിക്കും മാസിനും എൻ്റർ ചെയ്യാനും ലീവ് ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ,
ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്. അതിലോട്ട് മാസിന് എൻ്റർ ചെയ്യുക, മാസിന് ലീവ് ചെയ്യുക, അതേപോലെ എനർജിക്ക് എൻ്റർ ചെയ്യുക, എനർജിക്ക് ലീവ് ചെയ്യുക. അതായത് മാസ് ആസ് വെൽ ആസ് ഹീറ്റ് ആൻഡ് വർക്ക്. ഓക്കെ, എനർജി, ഹീറ്റ് ആൻഡ് വർക്ക് എന്താണ്? എനർജിയാണ്. ക്യാൻ ക്രോസ് ദി കൺട്രോൾ സർഫേസ്. നമ്മളെ കൺട്രോൾ സർഫസിനെ ക്രോസ് ചെയ്തിട്ട് മാസിനും അതേപോലെ എനർജിക്കും ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ മാസ് ബാലൻസ് നോക്കാം. The conservation of mass principle for a control volume, that is CV, can be expressed as total mass entering the control volume during delta T minus total mass leaving the control volume during delta T is equal to net change in mass within the control volume during delta T. അതായത് ടൈം, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ആണ്. ഓക്കെ, ടോട്ടൽ മാസ് എൻറ്ററിങ് ദ കൺട്രോൾ വോളിയം ഡ്യൂറിങ് ഡെൽറ്റ ടി മൈനസ് ടോട്ടൽ മാസ് ലീവിങ് ദ കൺട്രോൾ വോളിയം ഡ്യൂറിങ് ഡെൽറ്റ ടി. അതെന്തായിരിക്കും? നെറ്റ് ചേഞ്ച് ഇൻ മാസ് വിത്തിൻ ദ കൺട്രോൾ വോളിയം ആയിരിക്കും. ഇവിടെ മാസ് ബാലൻസ് ആണ്. അതായത് ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് മാസ് ഡിസ്ട്രോയ് ചെയ്യാനോ ജനറേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അതാണ് മാസ് ബാലൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ല കൺസർവേഷൻ ഓഫ് മാസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതൊരു കൺട്രോൾ വോളിയത്തിന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ആ കൺട്രോൾ വോളിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ മാസ്, ഒരു പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിൽ എൻ്റർ ചെയ്യുന്ന ടോട്ടൽ മാസ്, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്യുന്ന ടോട്ടൽ മാസ് സബ്ട്രാക്ട് ചെയ്യുന്നു. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ചേഞ്ച് ഇൻ മാസ് വിത്തിൻ ദ കൺട്രോൾ വോളിയം. ചേഞ്ച് ഇൻ മാസാണ് ഇവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് എം ഇൻ മൈനസ് എം ഔട്ട് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മാസ് വിത്തിൻ ദ കൺട്രോൾ വോളിയം ഡ്യൂറിങ് ഡെൽറ്റ ടി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ 10 കിലോഗ്രാം ഓഫ് മാസ് എൻ്റർ ചെയ്യുന്നു, 5 കിലോഗ്രാം ലീവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് 5 എവിടെയുള്ളത്? കൺട്രോൾ വോളിയത്തിലാണ്. അത് ആ കൺട്രോൾ വോളിയത്തിൻ്റെ മാസ് ഇൻക്രീസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതാണ് ചേഞ്ച് ഇൻ മാസ് എന്ന് പറയുന്നത്. ഇനീഷ്യലി അതിലൊരു മാസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ആ 5ഉം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത്. അതാണ് എനർജി ബാലൻസ് വരുന്നത്. മീൻസ് എൻ്ററിങ് മൈനസ് ലീവിങ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ മാസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സപ്പോസ് എൻ്റർ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിക്രീസാണ് ഉണ്ടാവുക. ഓക്കെ, എൻ്റർ ചെയ്യുന്നതിനെക്കാട്ടിയും കുറവാണ് ലീവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ഇൻക്രീസ് ഉണ്ടാവും. ഇതിനെ റേറ്റ് ഫോമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പോൾ നമ്മളെ ഫ്ലോ പ്രോസസ്സാണ് ഇവിടെ എല്ലാം പറയുന്നത്. ഓപ്പൺ സിസ്റ്റം എല്ലാം കൺട്രോൾ വോളിയത്തിൽ ഫ്ലോ പ്രോസസ്സാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെ റേറ്റ് ഫോമിലാണ്, ടൈമും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഫോമിലാണ് മോസ്റ്റ് ഓഫ് ദി ടൈം എക്സ്പ്രസ് ചെയ്യുക. നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും റേറ്റ് ഫോമിൽ. എം ഡോട്ട് ഇൻ മൈനസ് എം ഡോട്ട് ഔട്ട് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം സി വി. എം ഡോട്ട് എന്ന് വെച്ചാൽ ടോട്ടൽ റേറ്റ് ഓഫ് മാസ് ഫ്ലോ ഇൻ ടു ദി കൺട്രോൾ വോളിയം. ഓക്കെ, റേറ്റ് ഓഫ് മാസ് ഫ്ലോ എന്ന് വെച്ചാൽ കിലോഗ്രാം പെർ സെക്കൻഡിലായി. ഓക്കെ, എം ഡോട്ട് ഔട്ട് എന്ന് വെച്ചാൽ ടോട്ടൽ റേറ്റ് ഓഫ് മാസ് ഔട്ട് ഓഫ് ദി കൺട്രോൾ വോളിയം. ഇത് കൺട്രോൾ വോളിയത്തിലെ മാസ് ഫ്ലോ റേറ്റ്. എം ഡോട്ട് ഔട്ട് എന്ന് പറയുന്നത് കൺട്രോൾ വോളിയത്തിന് പുറത്തോട്ടുള്ള മാസ് ഫ്ലോ റേറ്റ്. ആ ഡിഫറൻസ് എന്താണ് തരുന്നത്? ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് വിത്തിൻ ദി കൺട്രോൾ വോളിയം. അതാണ് ഡി ബൈ ഡി ടി ഓഫ് എം സി വി എന്ന് പറയുന്നത്. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് വിത്തിൻ ദി കൺട്രോൾ വോളിയം. ഓക്കെ, ഇതാണ് മാസ് ബാലൻസ് എന്ന് പറയുന്നത്. കൺട്രോൾ വോളിയത്തിൻ്റെ മാസ് ബാലൻസ്, ജനറൽ മാസ് ബാലൻസ് ആണ്. ഫോർ എ കൺട്രോൾ വോളിയം വിത്ത് മൾട്ടിപ്പിൾ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ദ മാസ് ബാലൻസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. ഇവിടെ നമ്മൾ ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കൺട്രോൾ വോളിയത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ ഇൻലെറ്റും ഒന്നിൽ കൂടുതൽ ഔട്ട്ലെറ്റ്സും ഉണ്ടാകാൻ വേണ്ടി പറ്റും. അങ്ങനെ ആവുന്ന സമയത്ത് മാസ് ബാലൻസ് എങ്ങനെ വരും? ഡി ബൈ ഡി ടി ഓഫ് എം സി വി, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് വിത്തിൻ ദി കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു സിഗ്മ ടോട്ടൽ എൻ്ററിങ് മൈനസ് ടോട്ടൽ ലീവിങ്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അത് സമ്മേഷൻ കൊടുക്കണം. എല്ലാ എൻ്ററിങ്ങും മൈനസ് എല്ലാ ലീവിങ്ങും. എൻ്ററിങ് ഫ്ലോ റേറ്റ് മൈനസ് ലീവിങ് ഫ്ലോ റേറ്റ്. ഓക്കെ, അടുത്തത് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ എ കൺട്രോൾ വോളിയം. എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ഓർ ഫ്രം എ ക്ലോസ്ഡ് സിസ്റ്റം ബൈ ഹീറ്റ് ആൻഡ് വർക്ക്. ഓൾറെഡി നമ്മൾ ഇതുവരെ പഠിച്ചത് ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം ആയിരുന്നു. അവിടെ വരുന്ന നമ്മൾക്ക് എനർജി ബാലൻസ് കിട്ടിയത്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ അവിടെ മാസ് എൻറ്ററിങ് ഇല്ല. ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ മാസ് എന്താണ്? ഫിക്സഡ് മാസ് ആൻഡ് ഫിക്സഡ് ഐഡൻറ്റിറ്റിയാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിലോട്ട് മാസ് എൻ്റർ ചെയ്യുന്നില്ല, മാസ് ലീവ് ചെയ്യുന്നില്ല. അതാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ എനർജി ബാലൻസ് നമുക്ക് എന്തായിരുന്നു? ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ഡൺ. ഒരു 1-2 എന്ന് പറഞ്ഞ പ്രോസസ് ആണെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് ഫോർ എ സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റം നെഗ്ലക്റ്റിംഗ് ചേഞ്ച് ഇൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ വോളിയം അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റത്തിനാണ്. ബേസിക് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്, പക്ഷേ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ മാറ്റം വരും. കാരണം ഇവിടെ എന്തുണ്ട്? ഓപ്പൺ സിസ്റ്റത്തിൽ
ഹീറ്റും വർക്കും മാത്രമല്ല എനർജി വരുന്നത്, ഒരു എനർജി ട്രാൻസ്ഫർ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതെപ്പോഴാണ്? ഫ്ലോ ചെയ്യുന്ന സമയത്ത് വരുന്നത്. മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, മാസ് ലീവ് ചെയ്യുന്നുണ്ട്, അതിന് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഫോർ എ കൺട്രോൾ വോളിയം, but for a control volume involves energy transfer via mass flow also, and the conservation of energy principle, also called the energy balance, is expressed as rate of energy into the control volume minus rate of energy out of the control volume is equal to time rate of change of energy within the control volume. അതായത് ഓപ്പൺ സിസ്റ്റത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ അതേപോലെ വർക്ക് ട്രാൻസ്ഫർ മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, മാസ് ലീവ് ചെയ്യുന്നുണ്ട്. ആ മാസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ അസോസിയേറ്റ് ചെയ്യുന്ന എനർജി ഉണ്ട്, മാസ് ലീവ് ചെയ്യുന്നതിൽ എനർജി അസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഓപ്പൺ സിസ്റ്റത്തിൽ നമുക്ക് ഹീറ്റ് ആൻഡ് വർക്ക് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, മാസ് എൻ്റർ ചെയ്യുന്നതിന് ലീവ് ചെയ്യുന്നതിനും അസോസിയേറ്റ് ചെയ്യുന്ന എനർജിയും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ആ സമയത്തിൽ എനർജി ബാലൻസ്, ജനറൽ എനർജി ബാലൻസ് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? റേറ്റ് ഓഫ് total energy transfer into the control volume minus rate of total energy transfer out of the control volume is equal to time rate of change of energy within the control volume. ഈ എനർജി ട്രാൻസ്ഫർ ഇൻറ്റു ദ കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞത് ഹീറ്റ് ട്രാൻസ്ഫർ വരാം, കൺട്രോൾ വോളിയത്തിലോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ, അതേപോലെ വർക്ക് ട്രാൻസ്ഫർ വരാം, അതേപോലെ മാസ് അക്കമ്പനി ചെയ്യുന്ന എനർജി ട്രാൻസ്ഫർ വരാം, അതേപോലെ ലീവ് ചെയ്യുന്നത് ഹീറ്റ് പുറത്തോട്ട് പോകുന്നത്, വർക്ക് പുറത്തോട്ട് പോകുന്നത്, അതേപോലെ മാസ് ഫ്ലോ ഔട്ട് ഓഫ് ദി കൺട്രോൾ വോളിയം ഉണ്ടാകുന്ന സമയത്തുള്ള എനർജി, ഇതൊക്കെ അതിൽ വരും. അതാണ് ജനറൽ എനർജി ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റഡി ഫ്ലോ പ്രോസസ്. മെനി എഞ്ചിനീയറിംഗ് സിസ്റ്റം ക്യാൻ ബി ഐഡിയലൈസ്ഡ് ആസ് ബീയിങ് അറ്റ് എ സ്റ്റഡി സ്റ്റേറ്റ്, മീനിങ് ദാറ്റ് ഓൾ പ്രോപ്പർട്ടീസ് ആർ അൺചേഞ്ചിങ് വിത്ത് ടൈം. അറ്റ് ദി സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം, any thermodynamic property will have a fixed value at a particular location and will not alter with time. Thermodynamic properties may vary along space coordinate but do not vary with time. സ്റ്റഡി സ്റ്റേറ്റ് നമുക്ക് അറിയുന്നത് തന്നെയാണ്, ഓൾറെഡി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഒരുപാട് തവണ വന്ന ടേമാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഈ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് അത് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിവൈസസിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം നോക്കണം. ഓക്കെ, നമുക്ക് മെജോറിറ്റി ഓഫ് ദ എഞ്ചിനീയറിംഗ് ഡിവൈസസും സ്റ്റഡി സ്റ്റേറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഒരു പവർ പ്ലാന്റിൻ്റെ കേസ് എടുക്കുക, നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ പവർ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റഡി സ്റ്റേറ്റിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താ, ഇത് പവർ പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ അത് ട്രാൻസിയൻ്റ് ആയിരിക്കും. മീൻസ് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ടൈം റൺ ചെയ്യുന്ന സമയത്ത് പിന്നെ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഉണ്ടാവില്ല. പവർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഒരുപാട് മണിക്കൂറുകൾ റൺ ചെയ്യുന്നതാണ്. ആ സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ച് സമയത്ത് അതെന്തായിരിക്കും, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഒരു സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടൈം എത്ര പാസ് ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഉണ്ടാവില്ല. അതെന്തായിരിക്കും, സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രോപ്പർട്ടീസിന് എന്തായിരിക്കും, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ കൺസിഡർ ചെയ്യുന്നത് അവിടുത്തെ പ്രോപ്പർട്ടീസ് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവില്ല. അതാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പവർ പ്ലാന്റിൻ്റെ കേസൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അൺസ്റ്റഡി ആയിരിക്കും. കാരണം അതിൻ്റെ കമ്പോണൻസിൻ്റെ പ്രോപ്പർട്ടീസ് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവും. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ റൺ ചെയ്തതിന് ശേഷം പിന്നെ എല്ലാ പ്രോപ്പർട്ടീസും എന്തായിരിക്കും, ഒരു സ്റ്റഡി സ്റ്റേറ്റിലെത്തിയിട്ടുണ്ടാവും. മീൻസ് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ വേരിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എപ്പോഴാണ് അത് വീണ്ടും ട്രാൻസിയൻറ്റിലോട്ട് പോവുക? ട്രാൻസിയൻറ്റ് മീൻസ് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഉണ്ടാകുന്ന സ്റ്റേറ്റാണ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ്. പിന്നെ ഈ ഒരു പവർ പ്ലാന്റ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിലോട്ട് പോകുക, അത് ഷട്ട് ഡൗൺ പീരീഡിലാണ്. ഓക്കെ, ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് പിന്നെ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രോപ്പർട്ടീസ് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആ പീരീഡ്, സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയത്തിന് ശേഷമുള്ള പീരീഡ്, ഷട്ട് ഡൗണിന് മുമ്പേയുള്ള പീരീഡ്, അതെന്താണ്, സ്റ്റഡി സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ, അതായത് നമുക്ക് മോസ്റ്റ് ഓഫ് ദി എഞ്ചിനീയറിംഗ് ഡിവൈസസും ഒരുപാട് ടൈം റൺ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ഡിവൈസസിന് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിലാണ് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിലാണ്. ഓക്കെ, അവിടുത്തെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവില്ല. പക്ഷേ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവുക. ഇപ്പം ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും, അത് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന് വേരിയേഷൻ ഉണ്ടാവില്ല.
10 മണിക്ക് നോക്കുന്ന ഒരു പ്രഷർ 11 മണിക്ക് നോക്കുന്ന സമയത്തും സെയിം പ്രഷർ തന്നെ ആയിരിക്കും. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ. പക്ഷേ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് വേരിയേഷൻ ഉണ്ടാവുക. സ്റ്റഡി മീൻസ് ടൈമിനനുസരിച്ചിട്ട് വേരിയേഷൻ ഇല്ല, സ്പേഷ്യൽ ചേഞ്ചിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇല്ല പ്രോപ്പർട്ടി ടൈം ചേഞ്ചിനനുസരിച്ചിട്ട് വേരി ചെയ്യില്ല. ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഉണ്ടാവുക സ്റ്റഡി സ്റ്റേറ്റ് ആകുന്ന സമയത്ത്. മാസ് ബാലൻസ് ഇൻ എ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ്. ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിലെ മാസ് ബാലൻസ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഡ്യൂറിങ് എ സ്റ്റഡി ഫ്ലോ പ്രോസസ് ടോട്ടൽ എമൗണ്ട് ഓഫ് മാസ് കണ്ടെയ്ൻഡ് വിത്തിൻ എ കൺട്രോൾ വോളിയം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ, എന്തുണ്ടാവില്ല? കൺട്രോൾ വോളിയത്തിൽ, ഇതാണ് നമ്മൾ കൺട്രോൾ വോളിയം, ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മാസിന് എന്തുണ്ടാവില്ല? ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവില്ല. മീൻസ് ഇവിടെയുള്ള മാസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് MCV ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് കൺട്രോൾ വോളിയത്തിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മാസ് അത് ടൈം വേരിയേഷൻ അനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവില്ല. ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ടോട്ടൽ മാസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതായത് മാസ് ഓഫ് കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. നമുക്ക് ആദ്യം മാസ് ബാലൻസ്, കൺട്രോൾ വോളിയത്തിൻ്റെ ജനറൽ മാസ് ബാലൻസ് ഇക്വേഷൻ എന്താ കിട്ടിയിരുന്നത്? M in minus out M out is equal to delta MCV, ചേഞ്ച് ഇൻ മാസ് ഓഫ് ദി കൺട്രോൾ വോളിയം. ഓക്കെ, കൺട്രോൾ വോളിയത്തിലെ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ മാസ് ഓഫ് ദ കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് 0 ആയിരിക്കും. മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ അതിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, ഈ ക്വാണ്ടിറ്റി എന്താവും? 0 ആവും. മീൻസ് എന്താ? M in minus M out is equal to 0, അല്ലെങ്കിൽ M in is equal to M out എന്ന് കിട്ടും. ദാറ്റ് ഈസ് the conservation of mass principle requires that total amount of mass entering the control volume equals to total amount of mass leaving the control volume. ഇത് 0 എന്നുകൊണ്ട് total amount of mass entering the control volume is equal to എന്തായിരിക്കും? total mass leaving the control volume. എൻ്റർ ചെയ്യുന്ന സെയിം എമൗണ്ട് ലീവ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് റേറ്റ് ഫോമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും? M dot in is equal to M dot out, അല്ലെങ്കിൽ it states that total rate of mass entering the control volume is equal to total rate of mass leaving the control volume. ഇതാണ് മാസ് ബാലൻസ് ഇൻ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പം മൾട്ടിപ്പിൾ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ എല്ലാ ഇൻലെറ്റിലെയും സമ്മേഷൻ എടുക്കണം, അതേപോലെ ഔട്ട്ലെറ്റിലെ സമ്മേഷൻ എടുക്കണം. ഇപ്പം ഇവിടെ 2 ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടു ദ കൺട്രോൾ വോളിയം എന്തായിരിക്കും? M.1 പ്ലസ് M.2 ആയിരിക്കും. അത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? M.3. ഇവിടെയാണ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് എൻ്റർ ചെയ്യുന്നത്? എൻ്റർ ചെയ്യുന്നതിൻ്റെ സമ്മേഷൻ എന്താണോ വാല്യൂ കിട്ടുന്നത് അത് തന്നെ ലീവ് ചെയ്യണം. ഇവിടെ എന്തില്ല? മാസ് അക്യൂമുലേഷൻ ഇല്ല. ഓക്കെ, അതുപോലെ മെനി എഞ്ചിനീയറിംഗ് ഡിവൈസസ് സച്ച് ആസ് നോസിൽ, ഡിഫ്യൂസേഴ്സ്, ടർബൈൻസ്, കംപ്രസേഴ്സ് ആൻഡ് പമ്പ്സ് ഇൻവോൾവ് എ സിംഗിൾ സ്ട്രീം, ദാറ്റ് ഈസ് ഓൺലി 1 ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അതായത് മെജോറിറ്റി ഓഫ് ദ എഞ്ചിനീയറിംഗ് ഡിവൈസസിലും ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റുമാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കുറവായിരിക്കും. ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റുമാണ് ഉണ്ടാവുക. ആ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഫോർ ദീസ് കേസസ് ലെറ്റ് ഇൻലെറ്റ് സ്റ്റേറ്റ് ബി റെപ്രസെൻറ്റഡ് ബൈ സബ്സ്ക്രിപ്റ്റ് 1 ആൻഡ് ഔട്ട്ലെറ്റ് സ്റ്റേറ്റ് ബൈ സബ്സ്ക്രിപ്റ്റ് 2. ദെൻ ഇൻലെറ്റിലെ കണ്ടീഷൻ, ഇൻലെറ്റിനെ ആ ഒരു സെക്ഷനെ ഞാൻ 1 എന്ന് പറയുന്നത്, ഔട്ട്ലെറ്റിനെ ഞാൻ സെക്ഷൻ 2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ വേണ്ടി പറ്റും? M dot in ഈസ് ഈക്വൽ ടു M dot out ആണ്, അല്ലെങ്കിൽ M dot at 1 ഈസ് ഈക്വൽ ടു M dot 2. 1ൽ ഇവിടെയാണ് എൻട്രിങ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലീവിങ്. M dot 1 ഈസ് ഈക്വൽ ടു M dot 2. ഇൻലെറ്റിൽ എൻ്റർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്ലെറ്റിൽ ലീവ് ചെയ്യുന്നത്. മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ρ1 A1 C1 ഈസ് ഈക്വൽ ടു ρ2 A2 C2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന മാസ് ഫ്ലോ റേറ്റിൻ്റെത്. ഇതിൽ നമുക്ക് സ്പെസിഫിക് വോളിയം അറിയാം. സ്പെസിഫിക് വോളിയം എന്താ? വോളിയം ബൈ മാസ് ആണ്. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മീൻസ് സ്പെസിഫിക് വോളിയം ഡെൻസിറ്റി ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1 ബൈ സ്പെസിഫിക് വോളിയം എന്ന് പറയാം. ഇവിടെ ഞാൻ ഡെൻസിറ്റിക്ക് പകരം സ്പെസിഫിക് വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇക്വേഷൻ അങ്ങനെ മാറും. ഇതാണ് നമ്മളെ മാസ് ബാലൻസ് സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് വിത്ത് 1 ഇൻലെറ്റ് ആൻഡ് 1 ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് 1, ഔട്ട്ലെറ്റ് 2. അതിൻ്റെ മാസ് ബാലൻസ് ഇക്വേഷനാണിത്. അതിനൊക്കെ ഒന്നങ്ങനെ മാറ്റിയതാം. ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് വോളിയം A1 C1 ബൈ V1 സ്മോൾ v1 ഈസ് ഈക്വൽ ടു A2 C2 ബൈ V2. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഒന്നും കൂടെ കൺസിഡർ ചെയ്യുക.
സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൻ്റെ മാസ് ബാലൻസ് ഇക്വേഷൻ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ ഡെൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻലെറ്റിലെ ഡെൻസിറ്റിയും ഔട്ട്ലെറ്റിലെ ഡെൻസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ഇൻകംപ്രസിബിൾ ഫ്ലോ മീൻസ് പ്രഷർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാവില്ല. അതാണ് ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, റോ 1ഉം റോ 2ഉം ഈക്വൽ ആയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ഇക്വേഷൻ എങ്ങനെ മാറും? A1 C1 ഈസ് ഈക്വൽ ടു A2 C2. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. A1 V1 ഈസ് ഈക്വൽ ടു A2 V2 കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അവിടെ വെലോസിറ്റിക്ക് V, ഇവിടെ വെലോസിറ്റിക്ക് C, ഒരു ഡിഫറൻസേ ഇല്ലൂ. ആണ് മാസ് ബാലൻസ് വരുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലോൻ്റെ കേസിൽ. അടുത്തത് എനർജി ബാലൻസ് ഇൻ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ്, അതായത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. അതാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫ്ലോ പ്രോസസ്സ് അവിടെയുള്ള എനർജി ബാലൻസ് ആണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് എ സ്റ്റഡി ഫ്ലോ പ്രോസസ് ടോട്ടൽ എനർജി കണ്ടന്റ് ഓഫ് ദി കൺട്രോൾ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ECV ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ദെർഫോർ ഇൻ എ സ്റ്റഡി ഫ്ലോ പ്രോസസ് d/dt ഓഫ് ECV ഈസ് ഈക്വൽ ടു 0. അതായത് സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൽ മാസിൻ്റെ പറഞ്ഞ കണക്ക് തന്നെ കൺട്രോൾ വോളിയത്തിൻ്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ ടോട്ടൽ എനർജി കണ്ടന്റ് ഓഫ് എ കൺട്രോൾ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ECV ഓഫ് കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. നമുക്ക് ജനറൽ എനർജി ബാലൻസ് ഇക്വേഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. E in മൈനസ് E out റേറ്റ് ഫോമുലാണ് d/dt ഓഫ് ECV. ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് 0 ആണ്. അത് 0 എന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? E in ഈസ് ഈക്വൽ ടു E out റേറ്റ് ഫോമിൽ. E.in ഈസ് ഈക്വൽ ടു E.out. ഓക്കെ, അതായത് ഇതിലോട്ട് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇതിലോട്ട് ലീവ് ചെയ്യുന്ന ടോട്ടൽ എനർജി. ഇതിലൂടെ ലീവ് ചെയ്യുന്ന ടോട്ടൽ എനർജി, കൺട്രോൾ വോളിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലീവിങ് ദി കൺട്രോൾ വോളിയം. അതാണിത് പറയുന്നത്. അതായത് ഇക്വേഷൻ 2 സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ റേറ്റ് ഓഫ് എനർജി എൻ്ററിങ് എ കൺട്രോൾ വോളിയം ഇൻ ഓൾ ഫോംസ് ബൈ ഹീറ്റ് വർക്ക് ആൻഡ് മാസ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ റേറ്റ് ഓഫ് എനർജി ലീവിങ് ദി കൺട്രോൾ വോളിയം. ഓക്കെ, ഇതിപ്പോൾ റേറ്റ് ഫോമുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ എനർജിയുടെ ടേംസിൽ എങ്ങനെ പറയാം? The total energy entering the control volume must be equal to total energy leaving the control volume. റേറ്റ് ഫോമിൽ ആയാലും അല്ലെങ്കിൽ ടോട്ടൽ എനർജിയുടെ ടേംസിലായാലും സെയിം തന്നെയാണ് വരുന്നത്. കൺട്രോൾ വോളിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന എനർജി അത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ലീവ് ചെയ്യുന്ന എനർജി എപ്പോഴും സ്റ്റഡി ഫ്ലോ പ്രോസസ് ആവുന്ന സമയത്ത്. അതായത് ടോട്ടൽ എനർജി ഓഫ് ദി കൺട്രോൾ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൺസിഡർ എ കൺട്രോൾ വോളിയം ഇൻ വിച്ച് ഫ്ലൂയിഡ് എൻറ്റേഴ്സ് അറ്റ് സെക്ഷൻ 1. ഇവിടെയാണ് സെക്ഷൻ 1 എന്ന് പറയുന്നത്, അവിടെയാണ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ലീവ്സ് അറ്റ് സെക്ഷൻ 2. ഓക്കെ, ഫ്ലൂയിഡ് വന്ന് ഇവിടുന്ന് എൻ്റർ ചെയ്തു, കൺട്രോൾ വോളിയം ഇവിടുന്ന് ലീവ് ചെയ്തു. ഇതാണ് കൺട്രോൾ വോളിയം. അതിനെ ബൗണ്ട് ചെയ്തിട്ട് കൺട്രോൾ സർഫസ് ഉണ്ട് ഡാഷ്ഡ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, കൺട്രോൾ വോളിയത്തിലോട്ട് വന്നിട്ടുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അതേപോലെ കൺട്രോൾ വോളിയത്തിൽ നിന്ന് എന്താണ് വർക്ക് ഔട്ട്പുട്ടും ഉണ്ട്. ഓക്കെ, കൺട്രോൾ വോളിയത്തിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ കൺട്രോൾ വോളിയത്തിൽ നിന്ന് വർക്ക് ഔട്ട്പുട്ടും ഉണ്ട്. കൺട്രോൾ വോളിയം മീൻസ് നമ്മൾ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിവൈസിനെ സറൗണ്ട് ചെയ്ത് കൺസിഡർ ചെയ്യുന്നൊരു വോളിയമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സിമ്പിൾസ് നോക്കാം. ലെറ്റ് C1 ഈസ് ഈക്വൽ ടു വെലോസിറ്റി അറ്റ് സെക്ഷൻ 1. അതേപോലെ സെക്ഷൻ 1ലെ പ്രഷർ P1, ഇവിടുത്തെ എലിവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു ഡാറ്റം ഉണ്ട്. അതിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല. സെക്ഷൻ 1ലെ എലിവേഷൻ എന്ന് പറയുന്നത് Z1 ആണ്. സെക്ഷൻ 1ലെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് V1 ആണ്. അതേപോലെ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് U1 ആണ്. മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് m.1 ആണ്. അതേപോലെ സിമിലർലി സെക്ഷൻ 2ലെ പ്രോപ്പർട്ടീസ് നൊട്ടേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എനർജി ബാലൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എനർജീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫോളോയിങ് സ്പീഷീസ് ഓഫ് എനർജി ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ദി എനർജി ബാലൻസ്. ഒന്ന് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ്. കമ്മിങ് ഫ്ലൂയിഡിൻ്റെ ഇൻറ്റേർണൽ എനർജി, ടോട്ടൽ ഇൻറ്റേർണൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ U ആണ്. സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ u. പിന്നെ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് റിലേറ്റീവ് ടു സം എക്സ്റ്റേണൽ റെഫറൻസ് പോയിൻറ്റ്. ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് എനർജി ഓക്കെ, അത് സം റിലേറ്റീവ് ടു സം എക്സ്റ്റേണൽ റെഫറൻസ് പോയിൻറ്റ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? 12mc² ആണ്. ഓക്കെ, c വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന m മാസ് ഓഫ് ഫ്ലൂയിഡ് ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12mc². അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്ലൂയിഡ് റിലേറ്റീവ് ടു ഡാറ്റം
എന്ത് കിട്ടും? ഡാറ്റത്തിന് റിലേറ്റീവായിട്ട് എലിവേഷൻ സെഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? എം ജി സെഡ്. അതേപോലെ ഫ്ലോ വർക്ക് വിച്ച് ഈസ് ദി എനർജി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഇൻ പ്രസൻസ് ഓഫ് പ്രഷർ. ഫ്ലോ വർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഇവിടെ കൺട്രോൾ വോളിയത്തിൽ എന്താ? ത്രൂ ഔട്ടായിട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് മീൻസ് എൻറ്റയർലി ആ ഡിവൈസ് മൊത്തം ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. മീൻസ് എന്താ? ആ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഇൻ പ്രസൻസ് ഓഫ് പ്രഷർ. ഇവിടെ ഈ ഒരു സെക്ഷനിലുള്ള ഫ്ലൂയിഡിനെ എന്നെ മുമ്പോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്ലൂയിഡിനെ പുഷ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനർജി വേണം ഇൻ പ്രസൻസ് ഓഫ് പ്രഷർ. ആ എനർജിക്കാണ് ഫ്ലോ വർക്ക് അല്ലെങ്കിൽ ഫ്ലോ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ആ ടോപ്പിക്കൊക്കെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഫ്ലോ വർക്ക് അല്ലെങ്കിൽ ഫ്ലോ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് P/V ആണ്. അതായത് ഇൻ പ്രസൻസ് ഓഫ് പ്രഷർ ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യണമെങ്കിൽ സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ആ ഫ്ലൂയിഡ് പൊസസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആ എനർജീനെയാണ് ഫ്ലോ എനർജി എന്ന് പറയുന്നത്. ഇക്വേഷൻ P/V ആണ്. അതേപോലെ ഹീറ്റ് ആൻഡ് മെക്കാനിക്കൽ വർക്ക് വിച്ച് ക്രോസസ് ദി കൺട്രോൾ സർഫസ്. കൺട്രോൾ സർഫസ് ക്രോസ് ചെയ്തിട്ട് വരുന്നുണ്ട്, ഹീറ്റ് ഉണ്ട്, അതേപോലെ വർക്ക്. മെയിൻലി എഞ്ചിനീയറിംഗ് ഡിവൈസസ് ഷാഫ്റ്റ് വർക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഏത് മെക്കാനിസം വഴിയാണ് വർക്ക് ട്രാൻസ്ഫർ ഒന്നും വേണ്ട, നമ്മൾ ജനറൽ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വർക്ക് W ആണ്, ഹീറ്റ് Q ആണ്. ഫോർ എ സ്റ്റഡി ഫ്ലോ പ്രോസസ് ദ എനർജി ബാലൻസ് ഇക്വേഷൻ ഫോർ ദ കൺട്രോൾ വോളിയം ഗീവ്സ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കൺട്രോൾ വോളിയത്തിന് എനർജി ബാലൻസ് ഇക്വേഷൻ സ്റ്റഡി ഫ്ലോ പ്രോസസ്സാണ്. എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ടോട്ടൽ റേറ്റ് ഓഫ് എനർജി എൻറ്ററിങ് ദ കൺട്രോൾ വോളിയം അക്കമ്പനിങ് മാസ് ഫ്ലോ. മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, മാസ് ലീവ് ചെയ്യുന്നുണ്ട്. ആ മാസ് എൻ്റർ ചെയ്യുന്നതിനെ അക്കമ്പനി ചെയ്തിട്ട് വരുന്ന ടോട്ടൽ എനർജി ഇൻ ടു ദ കൺട്രോൾ വോളിയം പ്ലസ് ഇവിടെ എന്തുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ടു ദി കൺട്രോൾ വോളിയം ഉണ്ട്. ടോട്ടൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദി കൺട്രോൾ വോളിയം. ഇതാണ് ടോട്ടൽ എനർജി എൻറ്ററിങ് ദ കൺട്രോൾ വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ടോട്ടൽ എനർജി ലീവിങ് ദി കൺട്രോൾ വോളിയം ആയിരിക്കണം. എനർജി എങ്ങനെയൊക്കെ ലീവ് ചെയ്യുന്നുണ്ട്? ഒന്ന് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടില്ലാന്ന് എഴുതിയിരിക്കുന്നത് വർക്ക് ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ റേറ്റ് ഓഫ് വർക്ക് ട്രാൻസ്ഫേർഡ് ഫ്രം ദി കൺട്രോൾ വോളിയം ടു ദി സറൗണ്ടിങ്. ഓക്കെ, പ്ലസ് എന്തുണ്ട്? മാസ് ലീവ് ചെയ്യുന്ന സമയത്ത് അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന എനർജി ഉണ്ട്. ഓക്കെ, ഇത് എൻട്രിങ് ആണ്, റൈറ്റ് സൈഡിൽ ലീവിങ് ആണ്. അല്ല, ഇക്വേഷൻ ഫോർമുല എങ്ങനെ എഴുതാം? m.1 E1 പ്ലസ് Q ഡോട്ട് ഈസ് ഈക്വൽ ടു m.2 E2 പ്ലസ് W ഡോട്ട്. ഇതിൽ Q ഡോട്ട് എന്താണ്? ടോട്ടൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദി കൺട്രോൾ വോളിയം. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദി കൺട്രോൾ വോളിയം. ഹീറ്റ് ഇൻപുട്ട് സിസ്റ്റം എന്താണ്? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് ബൈ സൈൻ കൺവെൻഷൻ. അതുപോലെ W ഡോട്ട് ടോട്ടൽ റേറ്റ് ഓഫ് വർക്ക് ട്രാൻസ്ഫേർഡ് ഫ്രം ദി കൺട്രോൾ വോളിയം. കൺട്രോൾ വോളിയത്തിൽ നമുക്ക് ഔട്ട്പുട്ടാണ്, വർക്ക് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതുപോലെ E1 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലൂയിഡ് അറ്റ് സെക്ഷൻ 1. ഓക്കെ, ഈ സെക്ഷൻ 1 എൻട്രിങ്, ഇവിടെയാണ് എൻട്രിങ്. അവിടത്തോട്ട് വരുന്ന ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ സ്പെസിഫിക് എനർജിയാണ്. ഓക്കെ, എനർജി ബൈ മാസ്. അതേപോലെ E2 എന്ന് പറയുന്ന ടോട്ടൽ സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലൂയിഡ് അറ്റ് സെക്ഷൻ 2. ഇനി നമുക്ക് E1ൻ്റെ എക്സ്പ്രഷൻ ടോട്ടൽ എനർജി, ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഏതൊക്കെ ടേംസ് ഉണ്ടാവും? ഇൻറ്റേർണൽ എനർജി ഉണ്ടാവും, അതേപോലെ കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ഫ്ലോ എനർജി ഉണ്ടാവും. ഇത്രയും എനർജിയാണ് ഫ്ലോയിങ് ഫ്ലൂയിഡിന് ഉണ്ടാവുക. ഓക്കെ, നോൺ ഫ്ലോയിങ് ഫ്ലൂയിഡിൽ എന്തുണ്ടാവില്ല? ഈ ഒരു ടേം ഉണ്ടാവില്ല. നോൺ ഫ്ലോയിങ് ഫ്ലൂയിഡ് ആണെങ്കിൽ അതിൽ ഫ്ലോ എനർജി ഉണ്ടാവില്ല. ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ കേസിൽ ഫ്ലോ എനർജിയും കൂടി ഉണ്ടാവും. ഇത് സ്പെസിഫിക് ആണ്, അതുകൊണ്ട് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി, ക്യാപിറ്റൽ ഇൻറ്റേർണൽ എനർജി ബൈ മാസ്, ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ബൈ മാസ്, ക്യാപിറ്റൽ U/M, അതാണ് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ U എന്ന് പറയുന്നത്. E1 ഈസ് ഈക്വൽ ടു U1 പ്ലസ് ഇതെന്താണ്? കൈനറ്റിക് എനർജീനെ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തത്, ഇത് പൊട്ടൻഷ്യൽ എനർജീനെ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തത്, ഇത് ഫ്ലോ എനർജീനെ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തത്. PV/M, അതിൽ ക്യാപിറ്റൽ V/M ആണ് സ്മോൾ v എഴുതിയിരിക്കുന്നത്. ഇതാണ് ടോട്ടൽ സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലൂയിഡ് അറ്റ് സെക്ഷൻ 1 E1 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് സ്പെസിഫിക് എൻതാൾപ്പി ഏരിയ സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് പ്രൊഡക്റ്റ് PV, അതാണ് U പ്ലസ് PV ആണ് എൻതാൾപ്പി എന്ന് പറയുന്നത്. ഇവിടെ സ്പെസിഫിക് ആണ്. സ്പെസിഫിക് എൻതാൾപ്പി എന്ന് വെച്ചാൽ U പ്ലസ് P1 V1, അതെന്ത് കിട്ടും? H1 കിട്ടും. അതായത് സ്പെസിഫിക് എൻതാൾപ്പി H ഈസ് ഈക്വൽ ടു U പ്ലസ് PV. U1 പ്ലസ് P1 V1ന് H1 എഴുതാം.
അതുകൊണ്ട് E1 ഈസ് ഈക്വൽ എന്ത് വരും H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1. ഇതേപോലെ നമുക്ക് E2 അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. സെക്ഷൻ 2 H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 പ്ലസ് GZ2. ഇക്വേഷൻ എയും ഇക്വേഷൻ ബിയും ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മളെ ഇക്വേഷൻ നമ്പർ 3. ഇതാണ് നമ്മളെ ഇക്വേഷൻ നമ്പർ 3 ഉണ്ടായിരുന്നത്. അവിടെ E1നും E2നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എന്ത് കിട്ടും? m ഡോട്ട് 1 ഇൻറ്റു H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1 പ്ലസ് Q ഡോട്ട് ഈസ് ഈക്വൽ ടു M2 ഡോട്ട് ഇൻറ്റു H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 പ്ലസ് GZ2 പ്ലസ് W ഡോട്ട്. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റഡി ഫ്ലോ പ്രോസസ്സാണ് നമ്മളിവിടെ പറയുന്നത്. സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൻ്റെ മാസ് ബാലൻസ് എന്തായിരുന്നു? m ഡോട്ട് 1 ഈസ് ഈക്വൽ ടു m ഡോട്ട് 2 ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ m ഡോട്ട് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇനി m ഡോട്ട് 1ൻ്റെ സ്ഥാനത്തും m ഡോട്ട് 2ൻ്റെ സ്ഥാനത്തും m ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5 സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനാണ്. ഇത് റേറ്റ് ഫോമിലുള്ള സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനാണ്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമുക്ക് ഡിഫറെൻറ്റ് ഫോംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏത് ഫോമിൽ എക്സ്പ്രസ് ചെയ്താലും ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ടോട്ടൽ എനർജി എൻട്രിങ് ദ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലീവിങ് ദ കൺട്രോൾ വോളിയം. ഇപ്പോൾ റേറ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്ത ഇക്വേഷനാണ്. ഇതിൽ റേറ്റ് ഫോമിലായതുകൊണ്ട് ഓരോ ക്വാണ്ടിറ്റി യൂണിറ്റ് എന്തായിരിക്കും? ഇപ്പം ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. റേറ്റ് ഫോമിലായതുകൊണ്ട് ബൈ ടൈം ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്. ഓക്കെ, ഓരോ ടേമിൻ്റെ ഈ ഒരു ടേമിൻ്റേത് വാട്ട്, അതേപോലെ ഇതും വാട്ട്. ഓരോ ടേമിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ വാട്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിപ്പോൾ റേറ്റ് ഫോമിലായില്ലേ? ആ ഡോട്ട് എന്ന് വെച്ചാൽ റേറ്റ് ഫോമിലുള്ളതാണ്, ബൈ ടൈമില്ലത്. ഇപ്പോൾ ടോട്ടൽ എനർജിയുടെ ടേംസിൽ നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. റേറ്റ് അല്ല, ടോട്ടൽ എനർജിയുടെ ടേംസിൽ. അതിനിപ്പം ത്രൂ ഔട്ടായിട്ട് എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ആ ടൈമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം എന്തായി മാറും? m ഇൻറ്റു H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1 പ്ലസ് Q ഈസ് ഈക്വൽ ടു m ഇൻറ്റു H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 പ്ലസ് GZ2 പ്ലസ് W. ഇവിടെ ഓരോ ടേമിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇനി ജൂൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ടേം ഓരോ ടേമിൻ്റെ ആയിട്ട് യൂണിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ജൂളായിരിക്കും ഇവിടെ യൂണിറ്റ് ഉണ്ടാവുക. ഇതും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ തന്നെയാണ്. ഇത് റേറ്റ് ഫോമിൽ, ഇത് ടോട്ടൽ എനർജിയുടെ ഫോമിലുള്ളത്. ഇനി യൂണിറ്റ് മാസ് ബേസിസിൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഓൺ യൂണിറ്റ് മാസ് ബേസിസ്. യൂണിറ്റ് മാസ് ബേസിസിൽ എഴുതണമെങ്കിൽ ഇതിനെ ത്രൂ ഔട്ടായിട്ട് മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ത്രൂ ഔട്ടായിട്ട് മാസ് ഫ്ലോ റേറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ രണ്ടും ചെയ്താൽ നമുക്ക് കിട്ടുന്ന സെയിം എക്സ്പ്രഷൻ ആയിരിക്കും. ഇവിടെ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഒരു ടേം ഇവിടെ Q/m. ഇവിടെ മാസ് ഉണ്ടാവില്ല, റിമൈനിങ് ടേംസ് മാത്രമേ ഉള്ളൂ, W/m. ഇതാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഓൺ യൂണിറ്റ് മാസ് ബേസിസ്. ഇവിടെ ഓരോ ടേമിൻ്റെയും യൂണിറ്റ് എന്തായിരിക്കും? Q/m, അതായത് ജൂൾ പെർ കിലോഗ്രാം വരും. ഓക്കെ, അതായത് നമുക്ക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഡിഫറെൻറ്റ് ഫോംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് പ്രോബ്ലമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഏത് നോക്കിയിട്ട് വേണം ഏത് ഫോമാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളെ സിലബസിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കാം. എക്സ്പ്ലെയിൻ സിസ്റ്റം അപ്രോച്ച് ആൻഡ് കൺട്രോൾ വോളിയം അപ്രോച്ച് ആസ് അപ്ലൈഡ് ടു അനാലിസിസ് ഓഫ് ഫ്ലോ പ്രോസസ്. സിലബസിലെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പം ഇവിടെ പറഞ്ഞൊക്കെ ഫ്ലോ പ്രോസസ്സാണ്, അതിനെ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് കൺട്രോൾ വോളിയം അപ്രോച്ചാണ്. ഓക്കെ, ഒരു ഫ്ലോ പ്രോസസ്സിന് സിസ്റ്റം അപ്രോച്ചും കൺട്രോൾ വോളിയം അപ്രോച്ചും അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? കൺട്രോൾ വോളിയം അപ്രോച്ച് ആയിരുന്നു. നമ്മുടെ എൻജിനീയറിംഗ് ഡിവൈസസിനെ സറൗണ്ട് ചെയ്തിട്ട് നമ്മൾ വോളിയം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബൗണ്ടറി തന്നെയാണ് ഇവിടെ വോളിയം ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു എയർ കംപ്രസറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ബൗണ്ടറി എന്ന് പറയുന്നത് അതിൻ്റെ ബൗണ്ടറിയാണ് അതിൻ്റെ വോളിയമായിട്ട് വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. കൺട്രോൾ സർഫസും ഡാഷ്ഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളെന്താണ്? കൺട്രോൾ വോളിയം അപ്രോച്ചാണ്. ഇതൊരു ഫിക്സഡ് വോളിയം. നോർമലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ കൺട്രോൾ വോളിയം ഫിക്സഡ് വോളിയം. അതിൻ്റെ ബൗണ്ടറീസ് ഡിഫോമബിൾ അല്ല, റിജിഡ് ബൗണ്ടറീസാണ്, റിജിഡ് സർഫസാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മളെ കൺട്രോൾ വോളിയം അപ്രോച്ച്. ഇത്രയും നേരം പറഞ്ഞത് ഈ കൺട്രോൾ വോളിയം അപ്രോച്ച് ഇപ്പം സ്റ്റഡി ഫ്ലോ ആവുന്ന സമയത്ത് ഇതിലുള്ള മാസ് ഫിക്സഡ് തന്നെയാണ്, മാസ് ചേഞ്ച് ചെയ്യുന്നില്ല. മാസ് ഫിക്സഡ് മീൻസ് മാസ് കണ്ടെയ്ൻഡ് വിത്തിൻ ദ കൺട്രോൾ വോളിയം നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ, ട്രാൻസിയൻ്റ് ആണെങ്കിൽ മാസ് ഈ കൺട്രോൾ വോളിയത്തിലെ മാസ് ഫിക്സഡ് ആയിട്ട് നിൽക്കണമെന്നില്ല, ചേഞ്ച് ചെയ്യുക. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മാസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ എന്താ? അതിൻ്റെ ഐഡൻറ്റിറ്റി ഫിക്സഡ് അല്ല. ഓക്കെ, മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, മാസ് ലീവ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൺട്രോൾ വോളിയത്തിൽ കണ്ടെയ്ൻ ചെയ്യുന്ന മാസിൻ്റെ
ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സെയിം അല്ല. ഓക്കെ, മാസ് എൻ്റർ ചെയ്യുന്ന മാസ് ലീവ് ചെയ്യുന്ന ഇവിടെയുള്ള ടോട്ടൽ മാസ് സെയിം ആണെന്ന് സ്റ്റഡി ഫ്ലോ ആവുന്ന സമയത്ത് ട്രാൻസിൻ്റെ അത് മാറും. ജസ്റ്റ് നമ്മൾ കൺട്രോൾ വോളിയം അപ്രോച്ചിൽ നമ്മൾ എന്താണ് ഒരു വോളിയം ഫിക്സഡ് വോളിയം സെലക്ട് ചെയ്യുന്നത്, അതിലോട്ട് മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, മാസ് ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ച ഓയിലേറിയൻ അപ്രോച്ചിന് സിമിലർ ആണിത്. അവിടെ നമ്മൾ ഫിക്സഡ് ഇതാണ് ലൊക്കേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേ സെയിം സിസ്റ്റത്തിന് നമുക്കങ്ങനെ സിസ്റ്റം അപ്രോച്ച് വഴി നമുക്കങ്ങനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ കൺട്രോൾ വോളിയം അപ്രോച്ചാണ്. ഫിക്സഡ് വോളിയം സ്പേസിൽ ഫിക്സഡ് വോളിയം, അതിന് കൺട്രോൾ സർഫസ് ഉണ്ടാവും, മാസ് എൻ്റർ ചെയ്യുന്ന മാസ് ലീവ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ അവിടെയുള്ള മാസിൻ്റെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരേ മാസ് ആയിരിക്കുമല്ലോ എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാവല്, എൻ്റർ ചെയ്യുന്നുണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കൺട്രോൾ മാസ് ക്ലോസ്ഡ് സിസ്റ്റം അപ്രോച്ചാണ് പറയുന്നത്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ അതിനെ മാസ് എന്താണ്, ഫിക്സഡ് മാസാണ്, ഫിക്സഡ് ഐഡൻറ്റിറ്റിയാണ്. മീൻസ് ഞാൻ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിലെ മാസ് ഫിക്സഡ്, അതേപോലെ ആ മാസിൻ്റെ ഐഡൻറ്റിറ്റിയും സെയിം ആണ്. ഓക്കെ, മാസ് എൻ്റർ ചെയ്യാനോ ലീവ് ചെയ്യാനോ പോകുന്നില്ല, മാസിൻ്റെ ഐഡൻറ്റിറ്റി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം അപ്രോച്ച് വഴി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടി വരിക? ഓക്കെ, ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന എൻ്റെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബോക്സിൽ കാണിച്ചിരിക്കുന്നത് ഇതിപ്പം എയർ കംപ്രസറാണ്. എയർ മോളിക്യൂൾസ് എൻ്റർ ചെയ്യുന്ന എയർ മോളിക്യൂൾസാണ് ലീവ് ചെയ്യേണ്ടത്. ഞാൻ സർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് എയർ മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ മോളിക്യൂൾസ് അതിൻ്റെ ഒരു ഫിക്സഡ് മാസ് ഉണ്ട്, അതേപോലെ അതിൻ്റെ ഐഡൻറ്റിറ്റി മാറാൻ വേണ്ടി പാടില്ല. മീൻസ് എല്ലാ ലൊക്കേഷനിൽ എത്തുന്ന സമയത്തും ആ സിമിലർ മോളിക്യൂൾസ്, വേറെ മോളിക്യൂൾ ഇതിലോട്ട് എൻ്റർ ചെയ്യാനോ മോളിക്യൂൾ ലീവ് ചെയ്യാനോ പാടില്ല. ഓക്കെ, ആ സെയിം മോളിക്യൂൾസ് തന്നെ അതിൽ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് അനലൈസ് ചെയ്യുന്നത്? ഈ മോളിക്യൂള് ആ എയർ കംപ്രസറിലോട്ട് എൻ്റർ ചെയ്യുന്ന ആ സമയത്ത് അതിലോട്ട് വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും, അതേപോലെ അതിന് ശേഷം ലീവ് ചെയ്യുന്നു. ആ രീതിയിൽ വേണം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് കൺട്രോൾ വോളിയം അപ്രോച്ചും സിസ്റ്റം അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ഈ അപ്രോച്ച് എന്താണ്, വാലിഡ് അപ്രോച്ച് തന്നെയാണ്. പക്ഷേ നമുക്ക് എളുപ്പമില്ലത് എന്ന് പറയുന്നത് കൺട്രോൾ വോളിയം അപ്രോച്ചാണ് നമുക്ക് ചെയ്യാൻ എളുപ്പമില്ലത് ഈ സിസ്റ്റം അപ്രോച്ചിനെ കാട്ടി. ഓക്കെ, സിസ്റ്റം അപ്രോച്ചിൽ മാസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല, അതേപോലെ അതിൻ്റെ ഐഡൻറ്റിറ്റിയും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതായിരിക്കും സിമിലറാണ്? ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ പഠിച്ച ലാഗ്രാഞ്ചിയൻ മെത്തേഡിന് സിമിലറാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. കൺട്രോൾ വോളിയം അപ്രോച്ച് ഓയിലേറിയൻ മെത്തേഡിന് സിമിലർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത്.